ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് 40 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് നോക്കുവാനുള്ളത്. 40ാമത്തെ ശ്ലോകം. താവദേത്യാത്മഭൂരാത്മമാനേന ത്രുട്യനേഹസാ പുരോവദബ്ദം ക്രീഡന്തം ദദൃശേ സകലം ഹരിം. നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് ബലരാമന് തോന്നിയ സന്ദേഹവും ഭഗവാൻ അത് തീർത്തു കൊടുക്കാനുള്ള ഭഗവാന്റെ കാരുണ്യമൊക്കെ നമ്മൾ കണ്ടു. ഈ ഒരു ശ്ലോകത്തിൽ ഇപ്പോൾ എന്താ, ഭൂമിയിൽ ആ ഗോകുലത്തിൽ ഭഗവാൻ സ്വയം പശുവായും പശുക്കുട്ടിയായും ഗോപബാലന്മാരായും ഒക്കെ അങ്ങനെ അവരുമായിട്ടൊക്കെ കളിച്ച് ചിരിച്ച് രസിച്ച് അങ്ങനെ കാലം പോവുകയാണ്. ഏകദേശം ഒരു വർഷമാവുന്നു. ഈ സമയത്ത് ബ്രഹ്മാവിൻ്റെ അവസ്ഥയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. താവദേത്യാത്മഭൂരാത്മമാനേന, താവത്, അപ്പോൾ ഏത്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട്, ആത്മഭൂ ആത്മമാനേന, അവിടെ കുറച്ചധികം വാക്കുകളുണ്ട്. താവത്, ഏത്യ, ആത്മഭൂ ആത്മമാനേന, 4 വാക്കുകൾ വരുന്നുണ്ട് അവിടെ. ആത്മഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ആത്മമാനേന തൻ്റെ സമയത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം, അതായത് ബ്രഹ്മലോകത്തെ സമയത്തിൻ്റെ കണക്ക് പ്രകാരം, ത്രുട്യനേഹസ, ഒരു ത്രുടി മാത്രം സമയമേ ആയിട്ടുള്ളൂ. അതായത് ബ്രഹ്മലോകത്തിലെ സമയത്തിൻ്റെ കണക്കനുസരിച്ച് ഒരു ത്രുടി എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ഏറ്റവും ചെറിയൊരു കണികയാണ്. നമ്മുടെ ഒരു സെക്കൻഡിനേക്കാളൊക്കെ ചെറിയൊരു കണികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ത്രുടി മാത്രം സമയം ആയപ്പോൾ, ഏത്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട്, അതായത് ഒരു ത്രുടി മാത്രം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, പുരോവത് അബ്ദം ക്രീഡന്തം, പുരോവത് അബ്ദം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പുരോവത് അബ്ദം. പുരോവത് എന്ന് പറഞ്ഞാലും മുൻപത്തെ പോലെ തന്നെ, മുൻപ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ, അബ്ദം ഒരു കൊല്ലം, ക്രീഡന്തം ക്രീഡിച്ചുകൊണ്ട്, അതായത് കളിച്ചുകൊണ്ട്, എന്തൊക്കെ ക്രീഡകൾ എന്തൊക്കെ ചെയ്തികൾ ചെയ്തിരുന്നു അതുപോലെയൊക്കെ ചെയ്തും കൊണ്ട്, ദദൃശേ കണ്ടു, സകലം ഹരിം, സകലം എല്ലാമായിട്ട് രൂപഭേദം വരുത്തിക്കൊണ്ട് ഹരിം ആ ശ്രീകൃഷ്ണനെ ബ്രഹ്മാവ് കാണുകയാണ്. അതായത് താൻ അവിടെ നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന ഗോപബാലന്മാർ, പശുക്കുട്ടികൾ എല്ലാം ഇന്ന് തൻ്റെ ലോകത്ത് അത് സുരക്ഷിതരായിട്ടിരിപ്പുണ്ട്. തൻ്റെ മായ കൊണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെയാകട്ടെ താൻ കൊണ്ടുവന്ന് ഒരു ത്രുടി കഴിഞ്ഞിട്ടേ ഉള്ളൂ, സമയം അധികമൊന്നും പോയിട്ടില്ല, വെറും ഒരു ത്രുടി. ബ്രഹ്മലോകത്തിലെ സമയത്തിൻ്റെ കണക്കാണ് പറയുന്നത്. ഇവിടുത്തെ ആ സമയം ഭൂമിയിലാകട്ടെ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 1 വർഷം ഇതിനു മുൻപ് എങ്ങനെയായിരുന്നുവോ, ഇവിടെ ഗോപബാലന്മാരും പശുക്കുട്ടികളും പശുക്കളും ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ എല്ലാം അതേ രീതിയിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു. പശുക്കുട്ടികളെ മേയ്ക്കുവാൻ പോകുന്നു, ഗോപബാലന്മാരും ഈ കൃഷ്ണനും കൂടി നടന്നിട്ട് അവിടെ ആ യമുനാ നദിയുടെ കരയിലൊക്കെ കളിക്കുന്നു, പശുക്കുട്ടികളെ മേയ്ക്കുന്നു, വൈകിട്ട് വീണ്ടും വീട്ടിൽ കൊണ്ടുപോകുന്നു തെളിച്ചുകൊണ്ട്, ഓടക്കുഴലൂതുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, അവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്തെല്ലാം ചെയ്തുവോ മുൻപ്, അതെല്ലാം തന്നെയും ഇപ്പോൾ കൃഷ്ണൻ തന്നെ സ്വയം ഇവയോരോന്നുമായി മാറിക്കൊണ്ട് ചെയ്യുന്നത് ബ്രഹ്മാവ് തൻ്റെ ലോകത്തിലിരുന്നുകൊണ്ട് കണ്ടു. ഭഗവാനോട് ചേർന്ന് ഭഗവാൻ തന്നെ പല രൂപങ്ങൾ എടുത്തുകൊണ്ട് ആ ഭഗവാൻ അങ്ങനെ രമിക്കുന്നത്, വിഹരിക്കുന്നത് ബ്രഹ്മാവ് കണ്ടു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവദേത്യാത്മഭൂരാത്മമാനേന ത്രുട്യനേഹസാ പുരോവദബ്ദം ക്രീഡന്തം ദദൃശേ സകലം ഹരിം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: താവദേത്യാത്മഭൂരാത്മമാനേന, താവത് ഏത്യാണ്, എകാരം ശ്രദ്ധിക്കുക. അതിനുശേഷം ആത്മഭൂ എന്ന് പറയുന്നത് കൊണ്ട്
ഏത്യാത്മ അകാരം നീട്ടിയെടുക്കുക. അതിനുശേഷം ആത്മഭൂ ആത്മമാനേന രായുടെ അകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്ത പുരോവത അബ്ദമാണ്. പുരോവത അബ്ദം, അബ്ദം എന്നാൽ ഒരു വർഷക്കാലം. അവിടെ ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 41-ാമത്തെ ശ്ലോകമാണ്. യാവന്തോ ഗോകുലേ ബാല സവത്സ സർവ ഏവ ഹി മായാശയേ ശയാനാമേ നാദ്യാപി പുനരുത്ഥിതാ. യാവന്തോ ഗോകുലേ ബാല, ഗോകുലേ ആ ഗോകുലത്തിൽ വ്രജത്തിൽ, യാവന്തഃ എത്ര, ബാല ഗോപകുമാരന്മാരും എത്ര ഗോപകുമാരന്മാരുണ്ടായിരുന്നുവോ അതുപോലെ എത്ര സവത്സ പശുക്കുട്ടികളോടുകൂടിയ ഗോപബാലന്മാർ ഉണ്ടായിരുന്നുവോ, സർവ ഏവ ഹി എല്ലാം, അത് ഏവ എന്ന് പറഞ്ഞാൽ അതൊന്നു മാത്രമായി മാറിയിരിക്കുന്നു. ഭഗവാൻ അവയെല്ലാമായി മാറിയിരിക്കുന്നു. മായാശയെ ശയാനാമേ, മായാശയെ മായാശയെ എന്ന് പറഞ്ഞാൽ ആ മായാതൽപ്പത്തിൽ ശയാന കിടക്കുന്നവരായിട്ട്, മേ ഞാനും, നാദ്യാപി ന അദ്യാപിയാണ്, നാദ്യാപി അദ്യാപി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും, ന എന്ന് പറഞ്ഞാൽ ഇല്ല, പുനരുത്ഥിത എഴുന്നേറ്റവരായിട്ട് ആരുമില്ല. അതായത് ഇന്ന് വ്രജത്തിലുള്ളവരൊക്കെ തങ്ങളുടെ ഉണ്ണികളാണെന്നും തങ്ങളുടെ പശുക്കുട്ടികളാണെന്നും തങ്ങളുടെ പശുക്കളാണെന്നും ഒക്കെ ധരിച്ച് നടക്കുന്ന അവർ ഭഗവാന്റെ ആ മായാതൽപ്പത്തിൽ ഇപ്പോഴും ശയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ നിന്നും എഴുന്നേറ്റിട്ടില്ല. ഇനിയും അവരുടെ കാര്യം മാത്രമല്ല, ഈ ഞാനും എഴുന്നേറ്റിട്ടില്ല എന്ന് ബ്രഹ്മാവ് പറയുകയാണ്. ഭഗവാന്റെ ആ മായയിൽ ഞാൻ വല്ലാതെ മയങ്ങിപ്പോയിയല്ലോ. ഭഗവാന്റെ വെറുമൊരു മനുഷ്യബാലനായി വന്ന ഭഗവാൻ ഇങ്ങനെ ഇതിന് ശക്തി ഉണ്ടാകുമോ എന്നൊന്ന് പരീക്ഷിക്കാം എന്ന രീതിയിലാണ് ബ്രഹ്മാവ് ഇവിടെ വന്ന് ഈ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും ഒക്കെ മറച്ച് തൻ്റെ ലോകത്തിൽ കൊണ്ടുവച്ചത്. പക്ഷെ ഇപ്പോൾ പറയുക, ഈ ഞാൻ പോലും ഇത് കണ്ടിട്ട് മയങ്ങിപ്പോയിയല്ലോ. ഭഗവാന്റെ ആ മായയെ തരണം ചെയ്യുക വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഞാൻ പോലും മയങ്ങിപ്പോയി. ഗോകുലത്തിലുള്ളവരൊക്കെ ആ ഒരു ഭഗവാന്റെ മായയിൽ വീണുപോയി എങ്കിൽ അതിശയിക്കേണ്ടതില്ല. ഈ ഞാൻ പോലും മയങ്ങിപ്പോയല്ലോ എന്ന് ബ്രഹ്മാവ് സ്വയം പറയുകയാണ്. കാരണം തൻ്റെ മായയാണ് വെറും ഒരു മനുഷ്യപാലനായ ഭഗവാന്റെ മായയേക്കാൾ വലുതെന്നായിരുന്നു ബ്രഹ്മാവ് വിചാരിച്ചിരുന്നത്. എന്നാലാകട്ടെ താൻ മറച്ച പശുക്കുട്ടികളും ഗോപബാലന്മാരും ഒക്കെ ഭഗവാൻ ഈ മനുഷ്യബാലനായി ഇരുന്നു കൊണ്ട് തന്നെ ഇവിടെ തന്നെ തൻ്റെ മായ കൊണ്ട് സൃഷ്ടിച്ച് രമിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ അവിവേകം ബ്രഹ്മാവിനവിടെ ബോധ്യപ്പെടുകയായിരുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യാവന്തോ ഗോകുലേ ബാല സവത്സ സർവ ഏവ ഹി മായാശയേ ശയാനാമേ നാദ്യാപി പുനരുത്ഥിതാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ബാല സവത്സ പുനരുത്ഥിത. എല്ലായിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെ. അദ്യാപിയാണ് പിന്നെയുള്ളത്, നാദ്യാപി. ഇനി അടുത്തത് 42-ാമത്തെ ശ്ലോകമാണ്. ഇത ഏതേത്ര കുത്രത്യ മന്മായാമോഹിതേതരേ താവന്ത ഏവ തത്രാബ്ദം ക്രീഡന്തോ വിഷ്ണുനാ സമം. ഇത ഏതേത്ര കുത്രത്യ. ഇതഹ ഇവിടെ ഉണ്ട്. എന്തുണ്ട്? ഏതേ അത്ര. ഏതേത്ര. ഏതേ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇവിടെയുണ്ട്. കുത്രത്യ മന്മായാമോഹിതേതരേ. കുത്രത്യ എന്ന് പറഞ്ഞാൽ
എവിടെ നിന്ന് വന്നവരാണിവർ? മന്മായാമോഹിതേതരെ, മന്മായാമോഹിത ഇതരെ, എൻ്റെ മായയാൽ മോഹിപ്പിക്കപ്പെട്ടവരിൽ നിന്ന് ഇതരന്മാരായിരിക്കുന്ന താവന്ത ഏവ തത്രാബ്ദം. താവന്ത, അത്ര, താവന്ത ഏവ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ, തത്രാബ്ദം, തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, അബ്ദം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഏകദേശം കഴിയാറായിരിക്കുന്നു. ക്രീഡന്തോ, ക്രീഡന്തഹ എന്ന് പറഞ്ഞാൽ ഇവിടെ കളിക്കുന്നവരുമായിട്ടുള്ള വിഷ്ണുന, വിഷ്ണുവിനോട് കൂടി, സമം എന്ന് പറഞ്ഞാൽ അതിനോട് കൂടി. അപ്പോൾ ഇവിടെ ചോദിക്കുക, എൻ്റെ മായയാൽ മോഹിപ്പിക്കപ്പെട്ട് ഈ പശുക്കുട്ടികളും ഗോപകുമാരന്മാരുമൊക്കെ ഞാൻ ഈ സത്യലോകത്തിൽ കൊണ്ടുവന്ന് മറച്ചുവെങ്കിൽ അവരിവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ എന്താ നോക്കുമ്പോൾ അവിടെ താഴെ കൃഷ്ണൻ്റെ കൂടെ ഇവരൊക്കെ തന്നെ നിന്ന് കളിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ മായയാൽ മോഹിപ്പിക്കപ്പെട്ട ഇവരിൽ നിന്നും ഭിന്നരായി വേറെ ഒരു കൂട്ടം ഗോപബാലന്മാരും പശുക്കുട്ടികളുമൊക്കെ എങ്ങനെയാണ് അവിടെ? ഇവരെവിടെ നിന്ന് വന്നവരാണ് എന്ന് തന്നെയല്ല, എത്ര പേരെ ഞാനിവിടെ മറച്ചുവോ അത്ര പേരും, പശുക്കുട്ടികളാണെങ്കിലും ഗോപബാലന്മാരാണെങ്കിലും അവിടെ കാണപ്പെടുന്നുമുണ്ടല്ലോ. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു? ഇപ്പോൾ തൻ്റെ മായ കൊണ്ട് ഭഗവാനെ മോഹിപ്പിക്കുവാൻ ശ്രമിച്ച ബ്രഹ്മാവാകെ സംശയത്തിലായി. ഭഗവാന്റെ മായയാൽ മോഹിതനായിട്ട് സംശയക്കടലിൽ പെട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവിടെയുള്ളതാണോ സത്യം? ആ ഭൂമിയിൽ താൻ കൃഷ്ണനോടൊപ്പം കാണുന്നതാണോ സത്യം? താൻ കൊണ്ടുവന്നവരൊക്കെ ഈ കുട്ടികളും ഗോപബാലന്മാരും ഇവിടെയുണ്ടല്ലോ, ഇതിലേതാണ് സത്യം? ബ്രഹ്മാവിന് വല്ലാത്തൊരു സങ്കടമായി. ഇതിപ്പോൾ ഒന്നും വിവേചിച്ചറിയാൻ കഴിയുന്നില്ല. സത്യം ഏതാണ്, മായ ഏതാണെന്ന് അറിയുവാൻ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ മായയേക്കാൾ ഇതരമായിട്ട് മറ്റൊരു മായ. ഇതെന്താണ്? നമുക്ക് ചെറുതായി ഒന്ന് ഒരു മുറിവ് പറ്റിയെന്നിരിക്കട്ടെ, അതിന് നമുക്ക് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും അല്ലേ? അതിനേക്കാൾ വലിയ ഒരു അടി നമുക്കപ്പോൾ കിട്ടിയാലോ ഈ ചെറിയ മുറിവിൻ്റെ വേദനയെ മറക്കും, വലിയ മുറിവിൻ്റെ ചുറ്റും മനസ്സ് ഇങ്ങനെ ചുറ്റിത്തിരിയും. ഇതേപോലെയാണ് ബ്രഹ്മാവ് ഇവിടെ ചെറിയൊരു മായ കാണിച്ചു. അതായത് തൻ്റെ മായയുടെ വലിപ്പം ഇത്രയേ ഉള്ളൂ എന്ന് ബ്രഹ്മാവ് ഇപ്പോൾ അറിയുകയാണ്. ഇതിന് ഇത്രയേ വേദന ഉണ്ടായിരുന്നുള്ളൂ, ഇതൊരു ചെറിയ മുറിവായിരുന്നു. പക്ഷെ അതിന് ഇതരമായിട്ട് ഇതല്ലാതെ മറ്റൊരു വലിയ മായയുണ്ട്. ആ മായയിൽ താൻ ഇന്ന് പെട്ടുപോയിരിക്കുന്നു. വലിയ മുറിവിൻ്റെ വേദന കൊണ്ട് ചെറിയ മുറിവുകളെ ഞാൻ മറന്നുപോയിരിക്കുന്നു എന്ന് പറയും പോലെ എൻ്റെ മായയേക്കാൾ വലിയൊരു മായയിൽ ഞാൻ പെട്ടുപോയിരിക്കുന്നു. ഇതേതാണ് ഈ മായ? ഇതിപ്പോൾ ഇതാണോ സത്യം, അതാണോ സത്യം? ഞാൻ എൻ്റെ ഈ ലോകത്ത് കാണുന്നതാണോ മായ, അതോ ഞാനിപ്പോൾ ഭൂമിയിൽ കാണുന്ന കൃഷ്ണനോടൊപ്പം കാണുന്നതാണോ മായ? വല്ലാത്തൊരു സന്ദേഹമായി ബ്രഹ്മാവിന്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇത ഏതേത്ര കുത്രത്യ മന്മായാമോഹിതേതരേ താവന്ത ഏവ തത്രാബ്ദം ക്രീഡന്തോ വിഷ്ണുനാ സമം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മോഹിതേതരെ, മോഹിത ഇതരെ ആണ് ഏകാരം നീട്ടിയെടുക്കുക. അതുപോലെ തത്രാബ്ദം, തത്രാബ്ദം അവിടെ അകാരം ശ്രദ്ധിക്കുക. പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണിത്. ഇനി അടുത്ത നമുക്ക് 43-ാമത്തെ ശ്ലോകമാണ്. ഏവമേതേഷു ഭേദേഷു ചിരം ധ്യാത്വാ സ ആത്മഭൂ സത്യ കേ കതരേ നേതി ജ്ഞാതും നേഷ്ടേ കഥഞ്ചന. ഏവമേതേഷു ഭേദേഷു, ഏവം ഏതേഷു, ഏവം ഇപ്രകാരം, ഏതേഷു ഈ യാതൊരു ഭേദേഷു ഭേദങ്ങളിൽ,
ചിരം ധ്യാത്വ, ചിരം അധിക സമയം, ധ്യാത്വ ധ്യാനിച്ചിട്ടും, അതായത് തൻ്റെ ഉള്ളിലെ ഈ സംശയത്തെ തീർക്കാൻ നമ്മൾ തൊട്ടു മുൻപ് കണ്ടു ആദ്യം സംശയം തോന്നിയത് ബലരാമനായിരുന്നു. ബലരാമൻ തൻ്റെ ഉള്ളിൽ തന്നെ വിചാരം ചെയ്ത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സത്യത്തെ അറിയുവാൻ കഴിഞ്ഞു. ഇവിടെ ബ്രഹ്മാവ് ഇപ്പോൾ ഈ ഒരു സന്ദേഹാവസ്ഥയിൽ എത്തിയപ്പോൾ ബ്രഹ്മാവും കുറച്ചധികം സമയം തന്നെ ഇരുന്നൊന്ന് വിചാരം ചെയ്തു, ധ്യാനിച്ചിട്ടും സ ആത്മഭൂഹു, ആ ബ്രഹ്മാവ് സത്യ കേ കതരേനേതി, സത്യ എന്ന് പറഞ്ഞാൽ ഈ താനീ കാണുന്നതിൻ്റെ സത്യം എന്താണ്, വാസ്തവത്തിലുള്ളത് ഏതാണ്, ഇപ്പോൾ ഭൂമിയിലുള്ളവരാണോ തൻ്റെ ലോകത്തിലുള്ളവരാണോ എന്നുള്ള സത്യം. കേ കതരെ, കേ എന്ന് പറഞ്ഞാൽ ഏവര്, കതരെ അതായത് ന, കതരെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, നേതി ന ഇതി, അതായത് ഇവരാണോ സത്യമായിട്ടുള്ളത്, ഭൂമിയിലുള്ളവരാണോ സത്യമായിട്ടുള്ളത് എന്ന ഇതി എന്ന് ജ്ഞാതും അറിയുവാൻ, നേഷ്ടേ ന ഈഷ്ടേ എന്ന് പറഞ്ഞാൽ ശക്തനായില്ല, കഥഞ്ചന എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസപ്പെട്ടിട്ടും അതിന് കഴിഞ്ഞില്ല. അതിന് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവുക തന്നെ വേണം സത്യത്തെ അറിയുവാൻ. ആ പരമമായ സത്യത്തെ, എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്നും ബ്രഹ്മാവിൻ്റെ ഈ ഒരു പരീക്ഷണവും തൻ്റെ ലീലകളും ഒക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ അത് രാമേട്ടന് പകർന്നു കൊടുത്തത്. ഇവിടെ ഭഗവാനെ പരീക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ബ്രഹ്മാവ് ഇപ്പോൾ ആകെ ഈ മായാപരീക്ഷണങ്ങളുടെ വലയിൽപ്പെട്ട് വല്ലാതെ മോഹിപ്പിക്കപ്പെട്ടിട്ട്, അതാണോ സത്യം, ഇതാണോ സത്യം, അവരാണോ ശരിക്കുമുള്ളത്, ഏതോ എൻ്റെ ലോകത്തിലുള്ളവരാണോ ശരിക്കുമുള്ളത് തുടങ്ങി ഒരുപാട് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ആ ഒരു ഭേദബുദ്ധിയോടുകൂടിയുള്ള മായയുടെ വലയത്തിൽപ്പെട്ടതായിട്ടുള്ള സന്ദേഹങ്ങൾ മനസ്സിനെ വല്ലാതെ മഥിച്ചപ്പോൾ കുറച്ചധിക സമയം ഇരുന്ന് മനനം ചെയ്തു. പക്ഷെ എന്നിട്ടും ആ സത്യത്തെ അറിയുവാൻ ബ്രഹ്മാവിന് ശക്തിയുണ്ടായില്ല. ഭഗവാൻ കരുണാവാനായിട്ടുള്ള ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞില്ല ബ്രഹ്മാവിൽ. അതുകൊണ്ട് തന്നെ സത്യത്തെ അറിയുവാൻ ശക്തിയില്ലാത്തവനായി ബ്രഹ്മാവ് നിന്നുപോയി. ഇങ്ങനെ ബ്രഹ്മാദികൾ പോലും ചില സമയങ്ങളിൽ ഭഗവാന്റെ മായയിൽ മോഹിതരായി പോകുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലെയുള്ള മനുഷ്യരൊക്കെ ഭഗവാന്റെ ഇതുപോലെയുള്ള മായകളിൽ നമ്മളൊക്കെ ഭ്രമിച്ചു പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് തെറ്റു പറയുവാനാവുക? നമ്മളൊക്കെ തീർത്തും അജ്ഞാനികളാണ്. ബ്രഹ്മാവ് അങ്ങനെയല്ല. ഭഗവാനിൽ നിന്നുണ്ടായി കുറേയേറെ ആ ഭഗവത് തത്വത്തെ നന്നായി ഉള്ളിൽ ഉറച്ച ഭഗവാന്റെ വലിയൊരു ഭക്തനാണ്. നമ്മളൊന്നും ആ നിലയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ബ്രഹ്മാവ് പോലും മോഹിച്ചു പോകുന്നുണ്ടെങ്കിൽ ഭഗവാനെ, അവിടുത്തെ സത്യത്തെ അറിയാൻ, ആ പരമാർത്ഥ തത്വബോധം നമ്മളിൽ ഉണ്ടാകുവാൻ നമ്മളൊക്കെ തീർത്തും അശക്തരാണ് എന്ന് തന്നെ പറയാം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവമേതേഷു ഭേദേഷു ചിരം ധ്യാത്വാ സ ആത്മഭോ സത്യാ കേ കതരേ നേതി ജ്ഞാതും നേഷ്ടേ കഥഞ്ചന. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതും പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകം തന്നെയാണ്. ഏവമേതേഷു ഭേദേഷു, ഏവം ഏതേഷു ആണ് അവിടെ ഏകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ആത്മഭൂ, അതേപോലെ സത്യ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 44-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.